എൻ്റെ കുട്ടികൾക്ക് വേണ്ടി. മക്കള് ചിലപ്പോ ഉമ്മമാരുടെ കൂടെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാകും. ഉമ്മു ഖാലിദ് റളിയല്ലാഹു അൻഹ, ചെറിയ കുട്ടിയാണ്. ഉമ്മു ഖാലിദ് എന്നൊരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയാണ്. ആ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയാ പറയുന്നത്. കുട്ടികൾ ചിലപ്പോൾ നമ്മുടെ മജ്‌ലിസ് ഇങ്ങനെ ഉമ്മമാര് കുട്ടികൾ ഇപ്പൊ വേറെ മൊബൈൽ ഫോണിൽ കാർട്ടൂൺ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഈ കഥ കേൾപ്പിക്കുക അവരെ. ഉമ്മു ഖാലിദ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആ പെൺകുട്ടിയുടെ ഉപ്പ ഒരിക്കൽ കൊണ്ടുവന്ന് ആ ഉമ്മു ഖാലിദ് എന്ന പെൺകുട്ടിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ ഉമ്മു ഖാലിദ് എന്ന ആ പെൺകുട്ടി അവിടെ ഇരുത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ഈ പെൺകുട്ടി വല്ലാതെ അങ്ങോട്ട് കളിച്ചു ചിരിച്ച്. അപ്പോൾ ഉപ്പ ഈ പെൺകുട്ടിയെ മടിയിൽ കൊണ്ടുവന്നിരുത്തിയ ഉപ്പ ഉമ്മു ഖാലിദിനെ എങ്ങനെ നോക്കുന്നുണ്ട്. സ്വന്തം മോളെ, ചെറിയ കുട്ടിയാണ്, 3-4 വയസ്സുള്ള ഇങ്ങനെ ഓടിക്കളിക്കുന്ന നിങ്ങളെപ്പോലെ ചെറിയ മക്കളാണ്. അപ്പൊ ആ സമയത്ത് ഈ ഉപ്പ ഇങ്ങനെ നോക്കുന്നുണ്ട്. പടച്ചോനെ, റസൂലുള്ളാഹി തങ്ങളുടെ മടിയിലാണ് എൻ്റെ പൊന്നുമോൾ ഇരിക്കുന്നത്, റസൂലുള്ളാഹിക്ക് പ്രയാസാവുമോ? ഉടനെ തന്നെ ഉപ്പ പറഞ്ഞു, മോളെ എന്നാ പോവാം, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ ഉപ്പയോട്, പോവാനായിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിക്കോളൂ, ഞാൻ ഈ കുട്ടിയുടെ കൂടെ കളിക്കാണ്, നിങ്ങളെ മോളെ കൂടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളോട്, നിങ്ങളെ മകളെ, ആ മകളെ കൂടെ ഞാൻ കളിക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ കുറെ സമയം മുത്തുനബിയായിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ കളിച്ചു. നോക്കൂ നിങ്ങൾ, കുട്ടികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്നേഹം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്തേക്ക് കുറേ വസ്ത്രങ്ങൾ ഒരു നാട്ടിൽ നിന്ന് വന്നു, ഒരുപാട് വസ്ത്രങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ തടിച്ചുകൂടി, എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആ വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരാൾ കൊണ്ടുവന്ന് ആ സ്വഹാബത്തിൻ്റെ ഇടയിലേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ആ വസ്ത്രം കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പോൾ അതിൽ ഇങ്ങനെ ഓരോ വസ്ത്രങ്ങൾ ഇങ്ങനെ എടുത്തു, ഓരോ വസ്ത്രങ്ങൾ ഇങ്ങനെ എടുത്ത് ചില ആളുകൾക്ക്, സ്വഹാബത്തിന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാർക്ക് അതിങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്, പലർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നല്ല ഒരു കാണാൻ നല്ല അഴകുള്ള, കാണാൻ നല്ല രസമുള്ള ഒരു വസ്ത്രം ആ കൂട്ടത്തിൽ നിങ്ങോട്ട് എടുത്തു. എന്നിട്ട് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എൻ്റെ ഒരു ഉമ്മു ഖാലിദ് എന്ന് പറഞ്ഞൊരു പൊന്നുമോൾ ഉണ്ടായിരുന്നു, അവളെവിടെയെന്ന് ചോദിച്ചു. നേരത്തെ റസൂലുള്ളാഹി ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മു ഖാലിദ് എന്ന് പറഞ്ഞ ഈ മകളെ റസൂലുള്ളാഹി തങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നതാണ് ഈ ഉപ്പ. അപ്പൊ കാണാൻ നല്ല അഴകുള്ള ആ ഒരു, അതിൽ നല്ല പൂക്കളുണ്ട്, കാണാൻ നല്ല പൂക്കളുള്ള നല്ല രസമുള്ള ഒരു വസ്ത്രം എടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എൻ്റെ ഉമ്മു ഖാലിദ് മോളെവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മു ഖാലിദിനെ ആ സദസ്സിലെവിടെയില്ല. ഒരു കൂട്ടുകാരനോട് റസൂലുള്ളാഹി തങ്ങൾ, ഒരു സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾ വേഗം പോയിട്ട് ഉമ്മു ഖാലിദിനെ കൂട്ടി വരൂ. ഉടനെ തന്നെ ആ സ്വഹാബി നേരെ വീട്ടിൽ കൂടി ഉമ്മു ഖാലിദിന്റെ വീട്ടിലേക്ക്, ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഓടിയിട്ട് പറഞ്ഞു, നിങ്ങളെ റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട്, ഒരു സമ്മാനം തരാനാണ് എന്ന് പറഞ്ഞു. നമ്മൾ ശരിക്കും മനസ്സിലാക്കണത്, ഉമ്മമാരും കൂടെ കേൾക്കണത്, ഒരു സമ്മാനം തരാനാണ് നിങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടി പെട്ടെന്ന്, മുത്തുനബി വിളിക്കല്ലേ, പെട്ടെന്ന് നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞു, നല്ല വൃത്തിയായി ഈ വന്ന ആളെ കൂടെ കൈ പിടിച്ച് തുള്ളിച്ചാടി റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചിട്ട് പോവാണ്. അപ്പൊ എന്തോ തരാനാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഈ പൊന്നുമോൾ അങ്ങോട്ട് കയറി. ഇത് ഞാൻ പറയുന്നത്, റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് ഈ വസ്ത്രം, ആ കാണാൻ നല്ല രസമുള്ള വസ്ത്രം ഉമ്മു ഖാലിദ് ആ പെൺകുട്ടിനായിട്ട് ധരിപ്പിച്ചു. ഉമ്മു ഖാലിദ് ഇങ്ങനെ നോക്കി, പടച്ചോനെ എന്തൊരു രസാണ് ഈ വസ്ത്രം കാണാൻ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു ഉമ്മു ഖാലിദിനോട്, ഉമ്മു ഖാലിദേ, ഇതിലുള്ള ആ പൂക്കൾ എങ്ങനെയുണ്ട്, കാണാൻ നല്ല ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു,
ഓ നബിയെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കാണാൻ നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മുത്തുനബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മോളെ ഈ വസ്ത്രം നിങ്ങൾക്കുള്ളതാണ്, ഇത് നിനക്കുള്ളതാണ്, നീ കളിച്ച് ഈ വസ്ത്രം നല്ല രസമുണ്ട്, ഇത് നിന്റെ കുട്ടിയൊക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, നിന്റെ പൊന്നുമോള് ഉമ്മു ഖാലിദാണ് എന്ന് പറഞ്ഞിട്ട് ആ മകളെങ്ങനെ ചേർത്തു പിടിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഒരു ഹദീസ് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയോ? സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 കൂലി കിട്ടും. കണ്ടോ, സ്വലാത്ത് ചൊല്ലിയാൽ റസൂലുള്ളാഹി നിങ്ങൾ തന്നെ സമ്മാനം കൊടുത്തു. സ്വലാത്ത് ചൊല്ലിയതിന് ചൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തന്നെ സമ്മാനം കൊടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ കേൾക്കുന്ന കുട്ടികളെല്ലാവരും ഉമ്മാനോട് സമ്മാനം വാങ്ങണം, അല്ലെങ്കിൽ ഉപ്പയോട് സമ്മാനം വാങ്ങണം. സ്വലാത്ത് ചൊല്ലാൻ ഉമ്മയോ ഉപ്പയോ എന്തെങ്കിലും ഒരു സമ്മാനം തരും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയാണ്. സ്വലാത്തിന് സമ്മാനം കൊടുക്കുക, സ്വലാത്ത് ചൊല്ലിയാൽ. അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ അവർക്ക് പ്രചോദനം, പ്രോത്സാഹനം നൽകണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മഹബത്തുള്ള മക്കളാക്കി തരുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ അവരെ കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് നീ നിറച്ചു തരണേ അല്ലാ. അപ്പോൾ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്കും റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് സമ്മാനം കിട്ടും. അത് ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തുനിന്ന് കിട്ടും. എന്താണോ നമുക്ക് വേണ്ടത് മുത്തുനബിയോട് എന്തും ചോദിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് അവിടുന്ന് നമുക്ക് സ്വർഗ്ഗത്തുനിന്ന് സമ്മാനം കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ഞാനിത് ഇത്രയൊക്കെ പറഞ്ഞത് എൻ്റെ സഹോദരിമാരെ, രക്ഷിതാക്കളെ, നിങ്ങൾ ഇവിടെയുള്ള സ്വലാത്തു പദ്ധതിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതോടൊപ്പം നിങ്ങളെ കുടുംബത്തെയും കൂടെ ഈ പദ്ധതിയിലേക്ക് നിങ്ങളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ ശാക്കിരീങ്ങളിൽ പെടുത്തണേ അല്ലാ.